സ്വഹീഹുൽ ബുഖാരി ദർസ് 55 കിതാബുൽ ഇൽമ് അടുത്ത അധ്യായം ബാബു മൻ അആദൽ ഹദീസ സലാസൻ ലിയുഫ്ഹമ അൻഹു. ബാബു അധ്യായം മൻ അആദൽ ഹദീസ സംസാരം ഹദീസ് ആവർത്തിച്ചതിനെ സംബന്ധിച്ച് സലാസൻ 3 തവണ ലിയുഫ്ഹമ അൻഹു അദ്ദേഹത്തിൽ നിന്ന് മനസ്സിലാക്കപ്പെടാൻ, അതായത് ആളുകൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് അധ്യാപകൻ അല്ലെങ്കിൽ ഉപദേശി പ്രഭാഷകൻ സംസാരിക്കുന്നവൻ സംസാരം പറയുന്ന കാര്യം ആവർത്തിച്ച് പറയാം. 3 തവണ എന്നാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. പക്ഷെ 3 തവണ എന്നത് തന്നെ നിബന്ധനയില്ല, 2 തവണ എന്നും ഹദീസിൽ വന്നിട്ടുണ്ട്. അപ്പൊ എത്ര തവണ എന്നുള്ളതല്ല, ആവർത്തിച്ച് റിപ്പീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ പഠനത്തിലും അധ്യാപനത്തിലൊക്കെ റിവിഷൻ ആൻഡ് റിപ്പീറ്റേഷൻ അതിൻ്റെ പ്രാധാന്യം സൂചിപ്പിക്കുന്ന ഹദീസാണ്. ഫഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അലാ വഖൗലു സൂർ, വ്യാജവാക്ക് നിങ്ങൾ സൂക്ഷിക്കുക എന്ന്. ഇത് മറ്റൊരു ഹദീസിന്റെ ഭാഗമാണ്, താലീഖായിട്ട് കൊടുത്തുള്ള ഇതിന്റെ പൂർണ്ണരൂപം വരുന്നുണ്ട്. ഫമാസാല യുകർറിറുഹ, അതിനെ നബി തക്റാർ ചെയ്തുകൊണ്ടിരുന്നു, ആവർത്തിച്ചു കൊണ്ടിരുന്നു, റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരുന്നു. വഖാല ഇബ്നു ഉമർ, ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ പറഞ്ഞു, ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹൽ ബല്ലഗ്തു, ഞാൻ നിങ്ങൾക്ക് എത്തിച്ചു തന്നില്ലയോ? സലാസ 3 തവണ. ഹജ്ജത്തുൽ വിദായിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സന്ദേശങ്ങൾ പറഞ്ഞ ശേഷം പറഞ്ഞതാണ്, ഞാൻ നിങ്ങൾക്ക് എത്തിച്ചു തന്നില്ലേ, അള്ളാഹുവിന്റെ സന്ദേശം എത്തിച്ചു തന്നില്ലേ എന്ന് 3 തവണ ആവർത്തിച്ച് പറഞ്ഞു. ഇനി ഈ താലീഖിൽ കൊടുത്ത ഹദീസ്, ആദ്യം പറഞ്ഞ വിഷയം, അതിന്റെ പൂർണ്ണരൂപം സഹീഹ് ബുഖാരി തന്നെ മറ്റിടത്ത് വന്നിട്ടുണ്ട്. അതിൽ ഒരു റിപ്പോർട്ട് ഇവിടെ കൊടുത്തു. حدثنا مسدد حدثنا بشر بن المفضل حدثنا الجريري عن عبد الرحمن بن أبي بكر عن أبيه رضي الله عنه قال, അബ്ദുറഹ്മാൻ അദ്ദേഹത്തിന്റെ പിതാവിൽ നിന്ന്, അബൂബക്കർ എന്ന അദ്ദേഹത്തിന്റെ പിതാവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യാണ്. റളിയല്ലാഹു അൻഹു ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അലാ ഉനബ്ബിഉകും ബി അക്ബറിൽ കബായിരി സലാസ, ഞാൻ വൻ ദോഷങ്ങളിൽ ഏറ്റവും വലിയ ദോഷങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് വിവരമറിയിച്ചു തരട്ടെയോ എന്ന് 3 തവണ ചോദിച്ചു. ഖാലു, അപ്പൊ സഹാബാക്കൾ പറഞ്ഞു, ബലാ യാ റസൂലല്ലാഹ്, അതേ അള്ളാഹുവിന്റെ റസൂലേ. ഖാല, അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ ഇശ്റാഖു ബില്ലാഹ്, ഏറ്റവും വലിയ പാപം എന്ന് പറയുന്നത് ഷിർക്കാണ്, അള്ളാഹുവിൽ ഷിർക്ക് വെക്കുക എന്നത്. ഉഖൂഖുൽ വാലിദൈൻ, രണ്ടാമത് പറഞ്ഞത് മാതാപിതാക്കളെ നിന്ദിക്കുക എന്ന് പറഞ്ഞാൽ അവരെ പരിഗണിക്കാതിരിക്കുക, പരിചരിക്കാതിരിക്കുക, അവരെ ലുക്ക് ആഫ്റ്റർ ചെയ്യാതിരിക്കുക, അവരെ കെയർ ചെയ്യാതിരിക്കുക, അവരോട് മോശം സംസാരിക്കുക, ഇതൊക്കെ ഹുഖൂഖുൽ വാലിദൈനിൽപ്പെടും. അവരാക്രമിക്കുക ഒക്കെ. ജലസ വകാന മുത്തക്കിഅൻ, അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചാരിയിരുന്നു. ഫഖാൽ, എന്നിട്ട് നബി പറഞ്ഞു, ആദ്യം പറഞ്ഞ എന്താണ്? അള്ളാഹുവിൽ ഷിർക്ക് വെക്കാൻ, അതാണ് വൻ പാപം, ഏറ്റവും വലിയ പാപം. പിന്നെ മാതാപിതാക്കളെ നിന്ദിക്കുന്ന കാര്യം പറഞ്ഞു, അത് വൻ പാപാണ്. ഇനി പറയാണ് അലാ വഖൗലു സൂർ, അറിയണം, ഖൗലു സൂർ അതായത് വ്യാജവാക്കുകൾ, വ്യാജ സാക്ഷ്യം, കള്ളസാക്ഷ്യം, ഇതൊക്കെ പെടും ഇതില്. ഇതൊക്കെ വൻ പാപങ്ങളിൽ പെടും, വൻ പാപങ്ങളിലെ വൻ പാപങ്ങളാണ്. ഖാല, ഹദീസ് റിപ്പോർട്ടർ പറയാണ്, ഫമാ സാല യുകർറിറുഹാ ഹത്താ ഖുൽനാ ലൈതഹു സകത, ഒന്നും മൗനം പാലിച്ചെങ്കിൽ, നിർത്തിയിരുന്നെങ്കിൽ എന്ന് ഞങ്ങൾ പറയുവോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ ആവർത്തിച്ചു. എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ബോറടിച്ചിട്ടല്ല പറയുന്നത്, ബോറടിച്ചിട്ടല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹം മൂലം. ഹദീസ് 94. حدثنا عبدة قال حدثنا عبد الصمد قال حدثنا عبد الله بن المثنى قال حدثنا ثمامة بن عبد الله عن أنس عن النبي صلى الله عليه وسلم, അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു നിവേദനം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്നഹു കാന ഇദാ സല്ലമ സലാസൻ വഇദാ തകല്ലമ ബികലിമത്തിൻ അഅദഹാ സലാസൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സലാം ചൊല്ലിയാൽ 3 പ്രാവശ്യം സലാം ചൊല്ലുമായിരുന്നു. സംസാരിച്ചാൽ, ഒരു വചനം സംസാരിക്കുകയാണെങ്കിൽ അത് 3 തവണ പറയുമായിരുന്നു എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എപ്പോഴും സലാം പറയും, അസ്സലാമു അലൈക്കും അസ്സലാമു അലൈക്കും അസ്സലാമു അലൈക്കും 3 തവണ തുടർച്ചയായിട്ടും പറയും എന്ന അർത്ഥത്തിലല്ല. അതായത് സലാം ചൊല്ലിയാൽ അത് ആള്
കേട്ടിട്ടില്ലെങ്കിൽ വീണ്ടും ആവർത്തിക്കും. അങ്ങനെ 3 തവണ ആവർത്തിക്കുമായിരുന്നു എന്നതാണ്. 3 എന്ന എണ്ണം അത്ര പ്രസക്തമല്ല എന്നുള്ളതാണ് മറ്റു ഹദീസുകളിൽ നിന്ന് മനസ്സിലാവുന്നത്. അത് ആള് കേൾക്കുന്നത് വരെ എന്നതാണ്. അതേപോലെ എന്തെങ്കിലും കാര്യം പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ അത് മനസ്സിലാകുന്നത് വരെ ആവർത്തിക്കുക എന്നതാണ്. 2 തവണ എന്നൊക്കെ വേറെ വിഷയങ്ങളിൽ വന്നിട്ടുണ്ട്. അടുത്ത് ഹദീസ് 95. ഹദ്ദസന അബ്ദത്ത് ബിൻ അബ്ദുല്ലാഹി ഹദ്ദസന അബ്ദുസ് സമദ് قال حدثنا عبد الله بن المثنى قال حدثنا ثمامة بن عبد الله عن أنس عن النبي صلى الله عليه وسلم أنه كان إذا تكلم بكلمة أعادها ثلاثا. ഈ റിപ്പോർട്ടും സിമിലർ റിപ്പോർട്ടാണ്, സമാനമായിട്ടുള്ളത്, സദൃശമായിട്ടുള്ള റിപ്പോർട്ട്. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു എന്നുള്ള നിവേദനം തന്നെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം പറയുകയാണെങ്കിൽ അത് 3 തവണ ആവർത്തിക്കുമായിരുന്നു. ഹത്താ തുഫ്ഹമ അൻഹു, നബിയെ തൊട്ട് അത് മനസ്സിലാക്കപ്പെടുന്നവരെ, എന്ന് പറഞ്ഞാൽ ശ്രോതാക്കൾക്ക് ഇത് മനസ്സിലാകുന്നത് വരെ. ഇദാ അതാ അലാ ഖൗമിൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ജനതയുടെ അടുത്ത് ചെല്ലുമ്പോൾ സല്ലമ അലൈഹിം, അവർക്ക് മേൽ സലാം ചൊല്ലുകയും, സല്ലമ അലൈഹിം തലാസ, അങ്ങനെ സലാം ചൊല്ലുമ്പോൾ 3 തവണ സലാം ചൊല്ലുമായിരുന്നു എന്ന്, അവർ കേൾക്കുന്നത് വരെ, അവർ മടക്കുന്നത് വരെ. ഹദീസ് 96. حدثنا مسدد قال حدثنا أبو عوانة عن أبي بشر عن يوسف بن ماحك عن عبد الله بن عمرو قال تخلف رسول الله صلى الله عليه وسلم في سفر سافرناه. നമ്മൾ നേരത്തെ പറഞ്ഞ ഹദീസാണ്. ഞങ്ങൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ യാത്രയിൽ, ആ യാത്രയിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളെ പിറകിലായി പോയി. ഫഅദറക്ന വഖദ് അർഹഖന സ്വലാത്തൽ അസ്ർ, ഞങ്ങൾക്ക് അസ്ർ നിസ്കാരത്തിന്റെ സമയം തീരാറായിരുന്നു. ആ സമയത്ത് നബി ഞങ്ങളുടെ അടുത്ത് എത്തി. വനഹ്നു നതവല്ലു, ഞങ്ങളാണെങ്കിൽ ഉദു എടുത്തുകൊണ്ടിരിക്കുകയാണ്, നിസ്കാരത്തിന്റെ സമയം തീരാറായല്ലോ. ഫജഅൽന നംസഹു അലാ അർജുലിന, അപ്പൊ ഞങ്ങൾ ഞങ്ങളുടെ കാലുകളിൽ തടവാൻ തുടങ്ങി എന്ന് പറഞ്ഞാൽ ശരിക്ക് കഴുകില്ല എന്നർത്ഥം. വെള്ളം എല്ലായിടത്തും എത്തുന്ന രൂപത്തിലായിരുന്നില്ല. ഫനാദാ ബിഅലാ സൗതിഹി, അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഉച്ചത്തിലുള്ള ശബ്ദത്തിൽ വിളിച്ചു പറഞ്ഞു, വൈലുൽ ലിൽ അഖാബി മിനൻ നാർ, മടമ്പങ്കാലുകൾക്ക് നരകശിക്ഷ എന്ന്. മറത്തൈനി അവസരാണ്, ഇവിടെ 2 പ്രാവശ്യം 3 പ്രാവശ്യം എന്ന് കാണാം നബി അങ്ങനെ വിളിച്ചു പറഞ്ഞത്. അത് ഗൗരവകരമായിട്ട് അത് വിളിച്ചു പറഞ്ഞതാണ്. ഇത് മുമ്പ് കഴിഞ്ഞു പോയ ഹദീസാണ്. എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, പുണ്യം നേടുക.